ആമി ആമി ഡി ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? മറിക്കാണ് നീ അങ്ങോട്ട് നീക്കാണ്. ചീപ്പൊന്നുമില്ലേ? ചീപ്പ് എങ്ങനെയാണ്? എന്റെ ആമി ഡി ഇത്രയൊന്നും തേക്കണ്ട. അവിടെ മുട്ട വെയിലാണ്, എല്ലാം ഒലിച്ചു പോവേ. ഞാൻ വീണ്ടും ഇട്ടോളാം, കുഴപ്പമില്ല. നീ പറയൂല്ലേ? പറയൂ. നീ കളർ പെൻസിൽ കളഞ്ഞ കാര്യം എന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും. അത് നീ പറഞ്ഞത് തമാശയൊന്നുമില്ല, നീ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ? അമ്മേ അമ്മേരെ മേക്കപ്പ് കിറ്റ് എടുക്കാതെ സൂക്ഷിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞമ്മ. അപ്പൊ ഞാൻ കേക്കണ്ടേ? നീ കേക്കുള്ള കേട്ടോ. ഞാൻ എന്തായാലും പോകുമ്പോ മേക്കപ്പ് കിറ്റ് എടുക്കും. നീ അത് അപ്പച്ചടുത്ത് പറയരുത്, കേട്ടല്ലോ? ചേച്ചി എടുത്തോ, പക്ഷെ തീർക്കല്ലേ, എങ്കിൽ അമ്മക്ക് ഡൗട്ട് അടിക്കും. ഈ ആയിട്ട് പറയായിരുന്നാ മതി, ഞാൻ തീർക്കത്തൊന്നുമില്ല. ഹ്യൂമാന്റെ സ്പ്രേ എന്തി? അച്ഛന് സ്പ്രേ ഇല്ലല്ലോ. ഹ്യൂമാന്റെ സ്പ്രേ ഇല്ലേ? എടി ഇപ്പൊ എത്ര സ്കെച്ച് പെൻ എടുത്ത? 4 സ്കെച്ച് പെൻ എടുത്ത്. അച്ഛന്റെ സ്പ്രേ അച്ഛന്റെ തുണിയുടെ ബാക്കിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ സ്പ്രേ വന്നാ കൊള്ളാലേ. നീ 4 ഇവിടെ ഇത് മേക്കപ്പ് ഇട്ട് കഴിയണ്ടേ? എടി നീ ഇവിടെ ആരും മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഒന്നും പോകുന്നില്ല, റെഡി ആയിട്ട് വാമി പോണം. ഒരൊറ്റ മിനിറ്റ്. എന്ത് കാണിവില്ലിൽ എന്തൊക്കെ കാണും? കാർണിവലല്ല മക്കളെ, കാർണിവലിൽ കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. അല്ല എന്തോന്നൊക്കെയല്ലേ ഇവൻ ചോദിച്ചേ? അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ലേ, കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്. അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് ചിറ്റപ്പൻ അറിഞ്ഞൂടാ? ആര് പറഞ്ഞു? എനിക്ക് അറിഞ്ഞൂടെന്ന്. അത് മറ്റേ വണ്ടിയിൽ ബോട്ടിനകത്ത് അലങ്കരിച്ചുകൊണ്ട് പോകുന്നില്ലേ? ബോട്ടാ? അതിൽ ബോട്ടിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് വണ്ടിയുടെ വണ്ടി പോന്നു. അയ്യോ ബോട്ടല്ല, ഫ്ലോട്ട്. FLOAT. നീ കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ശംഭു. എടി വാടി സമയായി പോന്ന്. ഒരു മിനിറ്റ് പൊന്നിച്ചപ്പോ ഇവിടെ ഫുള്ളായിരുന്നു. എടി കൊള്ളാം, നല്ല രസമുണ്ട്. നോക്ക്, നിങ്ങോട്ട് നോക്കിയാണ് പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ട്? നീ സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? കണ്ണൊന്ന് പിടിച്ച് മോനെ. എന്റെ ദൈവമേ, ഇത് കാർണിവലാണ് മേക്കപ്പ്. ആമി അവിടെ കാർണിവല് കഴിയുന്നു, പിന്നെ നോക്കാന്ന്. തോട്ടി കളഞ്ഞ വരുന്നുണ്ടാ? ഇത് ഒന്നും കൂടെ ശരിയാക്കാറുണ്ട്. ശരിയായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ കറക്റ്റ് ആണ്. ചിലപ്പോ നമുക്ക് അവള് വരുന്നില്ല. നീ കൂടുതൽ സംസാരിക്കണ്ട. വരുന്നുണ്ടോ? ഒരു മിനിറ്റ് വരുന്നുണ്ടേ. റെഡി? അച്ഛമ്മ റെഡിയായോ? ഓ അച്ഛമ്മയൊക്കെ 2 മണിക്കൂർ മുമ്പ് റെഡി ആയിട്ട് വരാൻ പോയിരിപ്പുണ്ട്. ഇത് എന്നതാടി ഇത്? ചുമ്മാ കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാരി വലിച്ച് തേക്കാവോ? കണ്ണാ ഞാൻ പറഞ്ഞു കൊടുക്കണോ? വേണ്ട. എന്ത് പറഞ്ഞു കൊടുക്കണോ? അതൊന്നുമില്ല, അത് വേറൊരു കാര്യം. പിന്നെ പറഞ്ഞുതരാം അല്ലേ? നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ നിങ്ങക്ക്? അച്ഛൻ റെഡി ആയില്ലേ? ഓ എത്ര നേരമായിട്ട് ഞാൻ നിന്റെ അച്ഛനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കാന്ന് അറിയോ? ഫോൺ എടുക്കുന്നില്ലടാ. ചേട്ടത്തിന്റെ ഫോണിൽ ഞാൻ വിളിച്ചു നോക്കാം. എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക, നിന്റെ ഫോണിൽ നിന്ന് വിളിക്കും. അടിപൊളി. അത് ഭയങ്കര ചാർജ് ചെയ്യാൻ എന്റെ ബാറ്ററി വല്ല കംപ്ലൈന്റ് ആയിരിക്കും. അതിന് കംപ്ലൈന്റ് വന്നത് നിന്റെ ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ച ചേട്ടൻ. ചിലപ്പോൾ വല്ല പശുവിനെ നോക്കാൻ പോന്നെങ്കിൽ പോയെങ്കിലോ? വിവരം അറിയും. അതാ വരുന്നല്ലേ. എന്റെ ഉത്തോണ്ട് എത്ര നേരമായിട്ട് വിളിക്കും, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തെ? വരുന്ന വഴിക്ക് ആ സൂതൻ ചേട്ടൻ്റെ വീട്ടിലോട്ടൊന്ന് കയറേണ്ടി വരും. എന്തിന്? അവര് കുളു മണാലിക്ക് പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. കുളു മണാലിക്കോ? അയ്യോ സിന്ധു ചേച്ചി നല്ല ആളാ കേട്ടോ. അല്ലാത്തപ്പോ നാഴേക്ക് 40 ആശയെന്ന് വിളിച്ചോണ്ടിരിക്കണ. എന്നാ ടൂർ പോകുന്ന കാര്യം ഒരു അക്ഷരം മിണ്ടിട്ടില്ല. പറഞ്ഞില്ലല്ലേ? അവര് കുണു മണാലി പോന്നേ പോട്ടെ, നമുക്ക് ഫോട്ടോ വെച്ചിപ്പാന്ന്. അയ്യോ കുണു മണാലി അല്ല, കുണു മണാലി. കൂടുതൽ പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പോവാൻ പറ്റൂല. താക്കോൽ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ വീട് നമ്മള് ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞു. അതിനെന്താ താക്കോൽ ഞാൻ വെച്ചിട്ട് വാ. അങ്ങനെ വെച്ചിട്ട് വരാൻ പറ്റൂല. താക്കോൽ ഒഴി നിക്കലാക്കോ വെച്ചാ? നീ ചുമ്മാ ഇടാ. സുധൻ ചേട്ടൻ്റെ ചേട്ടനമ്മ ഇങ്ങോട്ട് വരണുണ്ട്. അവൻ്റെ എന്താ സാധനം അവിടെ വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വരും. അപ്പൊ അവന് താക്കോൽ കൊടുക്കണം, വീട് പൂട്ടണം, താക്കോൽ നമ്മൾ വെക്കണം. എവിടുന്ന് വരുന്നു മോൻ? തൃശ്ശൂരിന്നോ? ഇപ്പൊ എങ്ങാനും വരുവോ? 2 മണിക്കൂർ കഴിയും. അപ്പൊ ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് താക്കോലും വെച്ച് വീട് മൂട്ടിയിട്ടാണോ നമ്മൾ പോകുന്നുള്ളൂ? പിന്നെ കൊടുക്കണ്ടേ? താക്കോൽ കൊടുത്തിട്ട് നമുക്ക് പോവാം. മക്കളെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാർണിവൽ കാണാൻ പോകുന്നില്ല. അങ്ങനെയല്ല, ഇത് താക്കോൽ കൊടുത്തിട്ട് നമുക്ക് അങ്ങ് പോവാം. വാങ്ങിച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് 2 മണിക്കൂർ എടുക്കത്തില്ലേ? 2 മണിക്കൂർ എപ്പ അങ്ങ് പോവില്ല. പിന്നെ നമ്മൾ ഇന്ന് എങ്ങും പോകുന്നില്ല. എല്ലാരും പോയി ഡ്രസ്സ് മാറിയിട്ട് പോ. പോകുന്നില്ല. പോകുന്നില്ല. ഈ 2 മണിക്കൂർ കൊണ്ട് എന്ത് കാണാൻ പോകുന്ന? ഞാൻ പറയാം. ഒന്നും
പറയണ്ട നിങ്ങളാ പിള്ളേരെ പോയി ഡ്രസ്സ് മാറി പോ. ഞാൻ വരുന്നത്. ഞാൻ പറയണം കേക്ക്. സുഖം ചേട്ടൻ പറയുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ കൊണ്ട് ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലടാ. സത്യം. ചിറ്റപ്പ ഇനി എന്ത് ചെയ്യും? ഇനി എന്തോ ചെയ്യാൻ നിന്റെ ഓവർ മേക്കപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെ നടക്കത്തുള്ളൂ. ഇനി എല്ലാരും കൂടെ എന്റെ തലക്ക് കയറുന്ന എന്തിനാണ്? ഞാൻ എത്ര കഷ്ടപ്പെട്ട് ചെയ്തെന്ന് അറിയും. അയ്യോ അല്ല കുണു മണാലി അങ്ങനെ പോയാൽ മതിയായിരുന്നു. നിന്റെ ഇവിടെ നിന്ന് ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലേ. ഒറ്റയ്ക്ക് പോയാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഒറ്റയ്ക്ക് പോ, പൈസ ഒക്കെ ഉണ്ടല്ലേ. ആ ഇവിടെ ഇരുന്നിട്ട് എന്തോന്ന് ഡ്രസ്സ് മാറാൻ പാ. എനിക്ക് കാണാൻ തോന്നില്ല. സൂചിയമ്മ ആ വാ ഏ? പോരാം. നടാ നടാ. ചേട്ടൻ ചേട്ടാ എവിടെ വന്നിരിക്കുന്നത്? അപ്പുറത്തുനിന്ന് വല്ല അനക്കം വല്ലതും കേൾക്കണ്ടെന്ന് അറിയാൻ വേണ്ടി. ഓ അപ്പൊ കള്ളം കയറുമെന്ന് ഉറപ്പിച്ച്. എടാ അങ്ങേര് വന്ന ദിവസം തന്നെ അവിടെ കള്ളം കയറിയില്ലേ? അത് സിന്ധു ചേച്ചിയുടെ കയ്യിലിരിപ്പുണ്ട്. സിന്ധു ചേച്ചിക്ക് എന്തെന്ന് കഴിയും? എന്റെ ചേട്ടാ കുറെ സാധനങ്ങളായിട്ട് സുഗതൻ ചേട്ടൻ വന്നു പറഞ്ഞാൽ പിന്നെ കള്ളം കയറായിരിക്കുമോ? നാട്ടിൽ മൊത്തം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ. ആ എന്തായാലും നീ ചെല്ല്, ഞാൻ ഇവിടെ ഇരുന്നോളാം. രാത്രി മൊത്തം ഇവിടെ ഇരിക്കാനാ ഉദ്ദേശം? ഓ രാത്രിയാ? ആ രാത്രി നീ ഇവിടെ വന്നിരിക്കണം. നീ മൊബൈലും തോണ്ടിക്കൊണ്ട് ഉറക്കമില്ലാതെ അതിൻ്റെ അകത്ത് കിടക്കുകയല്ലേ? ഇവിടെ വന്നിരുന്ന് തോണ്ടിയാൽ മതി. ഞാൻ ഇവിടെ വന്നിരുന്ന് തോണ്ടിയാലേ കള്ളന്മാർ വന്ന് എന്ത് ചെയ്യും? കള്ളന്മാർ വന്ന എടാ അങ്ങനെ വരൂല. ഒരു കള്ളം ഉറങ്ങാതിരിക്കുന്ന സ്ഥലത്ത് വേറൊരു കള്ളം വരൂല. അതാണ് ശാസ്ത്രം. ശാസ്ത്രം അങ്ങ് ഇരിക്കട്ടെ.